ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് എറണാകുളം വരെ പോയാലോ? അങ്ങനെ ഗുരുവായൂർ പാസഞ്ചറിൽ കയറിയിട്ട് ഞാനൊരു മഞ്ചൊക്കെ കഴിച്ച് എന്തോ ഒരു ബൈറ്റൊക്കെ എടുത്ത് നമ്മൾ 3:20 ആയപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സിനെ ഞങ്ങൾ മീറ്റ് ചെയ്ത് നേരെ ഞങ്ങൾ ആലുവ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറി KSRTC പ്രിയദർശിനിയിൽ കയറി. അവിടുന്ന് ഞങ്ങൾക്ക് ഇനി പോകേണ്ടത് കാക്കനാടിക്കാണ്. സോ പോണ വഴിക്ക് നല്ല മഴയൊക്കെ കിട്ടിയായിരുന്നു. എന്താ ₹0 ഒബ്വിയസ്ലി ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ സെസ്സിൽ ഇറങ്ങുകയാണ് ചെയ്തത്. കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇൻഫോ പാർക്ക് പോലെ തന്നെ കുറച്ച് ഫേമസ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന സ്ഥാപനമാണ് സെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി. ഞാൻ അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ നല്ലൊരു അറ്റ്മോസ്ഫിയർ കൂടിയാണ് നമ്മുടെ സെസ്സിൻ്റെ അകമെന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾ നേരെ നടന്ന് ഓഫീസെത്തി. പതിവ് പോലെ എൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയിട്ട് ഇരുന്ന്. അതിനുശേഷം വൈകുന്നേരം എൻ്റെ ചേച്ചിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ മിഠായികളൊക്കെ ഞാൻ കാണിച്ചില്ലായിരുന്നു. ഡയറി മിൽക്കും ഗാലക്സിയും എനിക്കും കിട്ടിയൊരു കഷ്ണം. ആൻഡ് ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് കേക്കൊക്കെ സെറ്റാക്കി. ഞങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് വരില്ല, എല്ലാ ബർത്ത്ഡേയ്സും ഞങ്ങൾ എല്ലാവരും കൂടെ വിളിച്ച് ആഘോഷിക്കും. എല്ലാവർക്കും കൂടെ കേക്ക് ഷെയർ ചെയ്തു. എനിക്കും കിട്ടിയൊരു കഷ്ണം കേക്കൊക്കെ ആയിട്ട്. എന്നിട്ട് ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചായിരുന്നു അതിന് മുന്നേ തന്നെ. ദെൻ പാക്ക് ചെയ്ത് എല്ലാവരും വീടുകളിൽ വരുന്നതുകൊണ്ട് വലിയ വലിയ പാക്കേജസൊക്കെ ആയിട്ടാണ്. ആൻഡ് 7:30 ആവും ഞങ്ങൾ തിരിച്ച് ഓഫീസിൽ നിന്ന് നേരെ ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് ക്യാബ് ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ആൻഡ് ഞങ്ങളുടെ ഫ്രണ്ട് ഒരാൾ ബൈക്കിൽ പോയി. ആൻഡ് ഇന്നോവ ക്രിസ്റ്റ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് എനിക്ക് കയറാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.